എല്ലാവർക്കും MCO04ന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് യൂണിറ്റ് നമ്പർ 10 ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചാണ്. ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നുണ്ട്. You have learned that the capital market signifies the institutional arrangement for the raising long-term funds. long-term funds വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ്സ് ചെയ്യുന്ന മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് മാർക്കറ്റിംഗ് ആൻഡ് ട്രേഡിംഗ് ഓഫ് സെക്യൂരിറ്റീസും ക്യാപിറ്റൽ മാർക്കറ്റ് വഴിയാണ് നടക്കുന്നത്. ബ്രോഡ്ലി സ്പീക്കിംഗ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഗിൽറ്റ് എഡ്ജഡ് മാർക്കറ്റ് ആൻഡ് കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഗിൽറ്റ് എഡ്ജഡ് മാർക്കറ്റ് എന്നും കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്നും. The gilt-edged market refers to the market for government and semi-government securities backed by the Reserve Bank of India. അതിൽ ഗിൽറ്റ് എഡ്ജ്ഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് സെമി ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ്. അതിനെ ബാക്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് നിൽക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലാണ്, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. And the corporate securities market is the market for the shares and debentures of companies. കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് കമ്പനികളുടെ ഡിബഞ്ചേഴ്സും ഷെയർസും കൈകാര്യം ചെയ്യുന്ന മാർക്കറ്റാണ്. ദിസ് മാർക്കറ്റ്, അതിൽ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും. പ്രൈമറി മാർക്കറ്റ് ഡീൽസ് വിത്ത് ഫ്രഷ് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ഈസ് ഓൾസോ നോൺ ആസ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. കമ്പനികൾ ഫസ്റ്റ് ടൈം ഷെയർ ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിന് പറയുന്ന പേരാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. വേറാസ് സെക്കൻഡറി മാർക്കറ്റ് പ്രൊവൈഡ്സ് എ പ്ലേസ് ഫോർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ഈസ് ഓഫ്റ്റൻ ടേംഡ് ആസ് സ്റ്റോക്ക് മാർക്കറ്റ് ഓർ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എന്നാൽ സെക്കൻഡറി മാർക്കറ്റിലാണ് നിലവിലുള്ള സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. സെക്കൻഡറി മാർക്കറ്റിനെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നും വിളിക്കാറുണ്ട്. ഈ യൂണിറ്റിൽ പറയാൻ പോകുന്നത് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്, വർക്കിംഗ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ, ഇൻക്ലൂഡിംഗ് ദ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, മെത്തേഡ്സ് ഓഫ് ട്രേഡിംഗ് ആൻഡ് മെത്തേഡ് ഓഫ് സെറ്റിൽമെന്റ് തുടങ്ങിയ ടോപ്പിക്സ് ആണ് നമ്മൾ ഈ യൂണിറ്റിന്റെ ഭാഗമായിട്ട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് പറയുന്നുണ്ട് ദ പ്രൈമറി മാർക്കറ്റ്. Primary market or new issue market consists of an arrangement which facilitates the procurement of long-term funds through fresh issue of various type of securities called capital market instruments. അപ്പോൾ പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് കമ്പനികൾ അവരുടെ ലോങ് ടൈം ഫണ്ട്സ് പ്രൊക്യൂർ ചെയ്യുന്ന, പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ്. ഫ്രഷ് ഇഷ്യൂ നടത്തുന്ന മാർക്കറ്റാണ്. കമ്പനികൾ ലോങ് ടൈം ഫണ്ട്സിന് വേണ്ടിയിട്ട് ഫ്രഷ് ഇഷ്യൂ നടത്തുന്ന പലതരത്തിലുള്ള സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. While the demand for the long term funds comes predominantly from the private sector companies, public sector undertakings and governments, the supply comes largely from the individual investors, corporate saving, bank, insurance companies and specialized financial institutions. അപ്പോൾ ഈ പ്രൈമറി മാർക്കറ്റിൽ ഫണ്ടിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് വരുന്നത് പ്രൈവറ്റ് സെക്ടർ കമ്പനികളിൽ നിന്ന് വരുന്നുണ്ട്, പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അതുകൂടാണ്ട് ഈ പ്രൈമറി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, കോർപ്പറേറ്റ് സേവിങ്സ് ഉണ്ട്, ബാങ്ക്, ഇൻഷുറൻസ് കമ്പനീസ്, ഇവരൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. These borrowers and lenders are brought together through primary market, which works as a mechanism to facilitate the transfer of funds from the savers to the borrowers. അപ്പോൾ ഇവര്, അതായത് പൈസയ്ക്ക് ആവശ്യമുള്ളവരും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും, ബോറോവേഴ്സും ലെൻഡേഴ്സും ഒരുമിച്ച് വരുന്നത്, അതായത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റിലൂടെയാണ്. അതായത് സേവേഴ്സിന്റെ കയ്യിൽ നിന്നും ബോറോവേഴ്സിന്റെ കയ്യിലോട്ട് എത്തുന്നത്, ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും ബോറോവേഴ്സിന്റെ കയ്യിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ മെക്കാനിസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സെക്യൂരിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. ഇക്വിറ്റി ഷെയർസ് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡെഫേർഡ് ഓർ ഫൗണ്ടേഷൻ ഷെയർസ്, ഡിബഞ്ചർ ഓർ ബോൺസ്, അങ്ങനെ പല ഇൻസ്ട്രുമെന്റ്സും നമ്മൾ പ്രൈമറി മാർക്കറ്റിൽ ഷെയർ ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
നെക്സ്റ്റ് ടോപ്പിക്ക് മെത്തേഡ്സ് ഓഫ് മേക്കിംഗ് ക്യാപിറ്റൽ ഇഷ്യൂ. കമ്പനികൾ ക്യാപിറ്റൽ ഇഷ്യൂ നടത്തുമ്പോഴത്തേക്കും ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് മെത്തേഡ്സ് ഓഫ് മേക്കിംഗ് ക്യാപിറ്റൽ ഇഷ്യൂവിൽ പറയുന്നത്. കമ്പനികൾ ഫ്രഷ് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മെത്തേഡ്സ്: ഒന്ന്, പബ്ലിക് ഇഷ്യൂ ത്രൂ പ്രോസ്പെക്ടസ്. The most common method of making a public issue of securities is through prospectus. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള മെത്തേഡാണ് ഇഷ്യൂ ത്രൂ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്ത് കമ്പനിയുടെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ആ പ്രോസ്പെക്ടസിലെ കമ്പനിയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, ഇഷ്യൂ, ടൈംസ് ഓഫ് പേയ്മെന്റ്, ഡീറ്റെയിൽസ് ഓഫ് പ്രോജക്റ്റ്, മാനേജ്മെന്റ്, പെർസെപ്ഷൻ, റിസ്ക് ഫാക്ടേഴ്സ്, അങ്ങനെ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് നോക്കിക്കൊണ്ട് ഒരു ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീരുമാനം എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസിൽ ഫസ്റ്റ് മെത്തേഡ് ആണ് പബ്ലിക് ഇഷ്യൂ ത്രൂ പ്രോസ്പെക്ടസ്. കമ്പനികൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് പബ്ലിക് ഇഷ്യൂ നടത്താറുണ്ട്. രണ്ടാമത് പറയുന്നുണ്ട് ഓഫർ ഫോർ സെയിൽ. അണ്ടർ ദിസ് അറേഞ്ച്മെന്റ് ദ കമ്പനി സെൽ ഇറ്റ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ടു എ ബ്ലോക്ക് ഓഫ് ഡിബഞ്ചേഴ്സ് ടു എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ആൻ ഇഷ്യൂ ഹൗസ് അറ്റ് ആൻ എഗ്രീഡ് പ്രൈസ് ഫോർ സെയിൽ ടു ദ പബ്ലിക്. അപ്പോൾ ഓഫർ ഫോർ സെയിലിൽ കമ്പനിയുടെ ഷെയർസോ ഡിബഞ്ചേഴ്സോ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ ഇഷ്യൂ ഹൗസിനാണ് വിൽക്കുന്നത്. അതിനുശേഷം ഇഷ്യൂ ഹൗസ് ആണ് പിന്നീട് ഇത് ഇൻവെസ്റ്റേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇഷ്യൂ ഹൗസ് അതിനു വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. പബ്ലിക്കിന് ഈ പറയുന്ന ഇഷ്യൂ ഹൗസിൽ നിന്നും ഒന്നെങ്കിൽ സെയിം പ്രൈസിൽ അല്ലെങ്കിൽ ഹയർ പ്രൈസിൽ ഷെയർ വാങ്ങാവുന്നതാണ്. The document is deemed to be a prospectus. അപ്പോൾ ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്ന ഇഷ്യൂ ഹൗസ് തയ്യാറാക്കുന്ന ആ ഡോക്യുമെന്റും ഈ പറയുന്ന പ്രോസ്പെക്ടസ് പോലെ തന്നെയുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പോൾ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ആപ്ലിക്കേഷൻ ലഭിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇഷ്യൂ ഹൗസിന് അലോട്ട്മെന്റ് നടത്തി ആപ്ലിക്കൻസിന് ഷെയർ കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തെ മെത്തേഡാണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. ഓഫർ ഫോർ സെയിലിൽ കമ്പനികളെ ഷെയർസ് ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സിനല്ല വിൽക്കുന്നത്. അത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇഷ്യൂ ഹൗസിനും കൊടുക്കും. അവരാണ് പിന്നീട് ആ ഷെയർസ് സാധാരണ ഇൻവെസ്റ്റേഴ്സിന് സെയിൽ ചെയ്യുന്നത്. മൂന്നാമത്തെ മെത്തേഡാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ്. എ പ്രൈവറ്റ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഈസ് പ്രൊഹിബിറ്റഡ് ഫ്രം ഇൻവൈറ്റിംഗ് പബ്ലിക് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. Hence it issue shares from a privately to a small number of persons known to the promoters or related to them by family connections. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഷെയർസ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ഇല്ല, പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രൈവറ്റ് കമ്പനികൾ അവരുടെ ചുറ്റുപാടിൽ നിന്നും അവർക്ക് പ്രൈവറ്റ് ആയിട്ട് അവരുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സിൽ നിന്നും പ്രൊമോട്ടേഴ്സ് അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുന്നതിന് പറയുന്നതാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെന്റിൽ കമ്പനികൾ അവരുടെ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഷെയർ കൊടുത്ത് ഫണ്ട് കളക്ട് ചെയ്യുന്നത്. A public company can also its capital by placing the shares privately without inviting public for subscription to shares or debentures. ഒരു പബ്ലിക് കമ്പനിക്കും ഇതുപോലെ പ്രൈവറ്റ് ആയിട്ട് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാതെ തന്നെ ഷെയർസും ഡിബഞ്ചേഴ്സും ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അടുത്ത നാലാമത്തെ മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ്. ഇനിഷ്യൽ പബ്ലിക് ഓഫർ ഓഫ് ഷെയർസ് ക്യാൻ ഓൾസോ മെയ്ഡ് ത്രൂ ദ പ്രോസസ് ഓഫ് ബുക്ക് ബിൽഡിംഗ്, which implies the collection of bids from the investors based on an indicative price. The issue price is fixed after the bid closing date. നാലാമത്തെ മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിൽ കമ്പനി ആദ്യമായിട്ടാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ബിഡ് സ്വീകരിക്കാവുന്നതും അതിനുശേഷം നിശ്ചിത വിലയുള്ള ബിഡ് സ്വീകരിക്കാവുന്നതിന് ശേഷം ആ ബിഡിന്റെ ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഇഷ്യൂ പ്രൈസ് തീരുമാനിച്ചുകൊണ്ട് ഷെയർ അലോട്ട് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂവിൽ ഇഷ്യൂ പ്രൈസ് മുൻകൂട്ടി തീരുമാനിക്കുന്നില്ല. അത് ആ ഇഷ്യൂവിന്റെ മാർക്കറ്റ് ഡിമാൻഡ് വെച്ചുകൊണ്ടാണ് പിന്നീട് ഷെയറിന്റെ പ്രൈസ് തീരുമാനിക്കുന്നത്. അടുത്ത അഞ്ചാമത്തെ മെത്തേഡാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. The companies also make further issue capital through rights issue to the existing shareholders. Under the right issue, the shareholders have the right to a certain number of shares
in proportion to the shares already held by them. അപ്പോൾ അഞ്ചാമത്തെ മെത്തേഡാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഒരു കമ്പനി നിലവിലുള്ള ഷെയർഹോൾഡേഴ്സിന് തന്നെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് പറയുന്നതാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. റൈറ്റ് ഇഷ്യൂവിൽ അവരുടെ നിലവിലുള്ള ഷെയറിന്റെ പാറ്റേൺ അനുസരിച്ചുകൊണ്ട് പുതിയ ഷെയർ അവർക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഈ മോളിൽ പറഞ്ഞിരിക്കുന്ന ഏത് കേസിലാണെങ്കിലും കമ്പനികൾ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് ക്യാപിറ്റൽ റേസ് ചെയ്യുകയാണെങ്കിൽ, ഷെയറിലെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്യുകയാണെങ്കിൽ കമ്പനീസ് ആക്ടിലെയും സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ടിലെയും ബാക്കിയുള്ള റൂൾസ് എല്ലാം അനുസരിച്ചുകൊണ്ടാകണം ഒരു ഫണ്ട് റേസ് ചെയ്യേണ്ടത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ഇഷ്യൂഡ് ബൈ ദ സെബി ഇൻ ദിസ് ഗൈഡ് ലൈൻ. അതിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യേണ്ടത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ സെബിയുടെ ഗൈഡ് ലൈൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ കൂടുതലായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്ക് ഇമ്പോർട്ടൻസ് ആൻഡ് ഗ്രോത്ത്. ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ plagued by paucity of resources and increased demand for investment by industrial establishment, the importance of primary capital market is self-evident in mobilizing the savings of various sections of the population for investing in the corporate securities. ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് ഫണ്ടിന് ലഭ്യതയുള്ള റിസോഴ്സസ് വളരെ കുറവുള്ള ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഫണ്ടിന്റെ ഡിമാൻഡ് വർദ്ധിച്ചു വരികയാണ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ആവശ്യകത, ഇമ്പോർട്ടൻസ്, അത് പല ആളുകളിൽ നിന്നും അവരുടെ ഇൻവെസ്റ്റ്മെന്റ്, അവരുടെ സേവിങ്സ് കളക്ട് ചെയ്ത് കോർപ്പറേറ്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഓരോ ദിവസം കഴിയുമ്പോഴും കൂടി വരികയാണ്. It enables the investors to make investment in securities conveniently and helps companies to raise long-term funds without much difficulty. അപ്പോൾ ഇതിലൂടെ പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് സെക്യൂരിറ്റീസ് നടത്താനും അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ലോങ് ടൈമിലേക്ക് ഫണ്ട് റേസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ് ഫ്രം ദ സേവേഴ്സ് ടു ദ യൂസേഴ്സ്. വേറെ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ സേവേഴ്സിന്റെ കയ്യിൽ പൈസ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നും പൈസ ആവശ്യമുള്ളവരിലോട്ട് എത്തിക്കുന്ന ഒരു മെക്കാനിസമാണ് ഈ പറയുന്ന പ്രൈമറി മാർക്കറ്റ്. This accelerates the rate of capital formation and stimulates individual growth and economic development of the country. അപ്പൊ അങ്ങനെ സേവേഴ്സിന്റെ കയ്യിൽ നിന്നും യൂസേഴ്സിന്റെ കയ്യിലേക്ക് ഫണ്ട് എത്തുന്നത് വഴി നമ്മുടെ രാജ്യത്ത് കൂടുതലായിട്ട് ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാവുകയും അങ്ങനെ ഇൻഡിവിജ്വൽ ഗ്രോത്ത് ഉണ്ടായി നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിനും സാമ്പത്തിക വളർച്ചയ്ക്കും അത് കാരണമായി തീരുന്നതാണ്. The intermediaries and financial institutions participating in the primary capital market provide a variety of services to the corporate sector. അപ്പോൾ ഈ പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റിൽ നിൽക്കുന്ന ഇന്റർമീഡിയറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും പലതരത്തിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്, പ്രൊവിഷൻ ഓഫ് അണ്ടർ റൈറ്റിംഗ് ഫെസിലിറ്റീസ്, അസിസ്റ്റൻസ് ഇൻ പ്രൊമോഷൻ ഓഫ് കമ്പനീസ്, പാർട്ടിസിപ്പേറ്റ് ഇൻ ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രൊവൈഡിംഗ് എക്സ്പെർട്ട് അഡ്വൈസ് ഓൺ മാനേജ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ് പോലെയുള്ള ഒരുപാട് സേവനങ്ങൾ ഇന്റർമീഡിയറ്റ്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൈമറി മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. It also promotes investor education for the small investors who learn to apply for the shares in a company only after reviewing the track record and assessing its prospects and justification of the പ്രീമിയം ചാർജ്. അതുകൂടാണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, അതായത് പ്രൈമറി മാർക്കറ്റിലെ ഇന്റർമീഡിയറി ആയിട്ട് നിൽക്കുന്ന പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻവെസ്റ്റേഴ്സിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന്റെ ആവശ്യകത മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ഇൻവെസ്റ്റ് ചെയ്താലുള്ള ബെനിഫിറ്റ്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷനും എങ്ങനെ ട്രാക്ക് റെക്കോർഡുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, റിവ്യൂ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും അവർ പലതരത്തിലുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുന്നുണ്ട്. Thus it enables to act as a knowledgeable investors. അപ്പോൾ അതിലൂടെ നോളജബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയിലെ പ്രൈമറി മാർക്കറ്റിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്, ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫോർമേഷൻ, അതായത് IFCI, ICICI, IDBI, IRCT, IRCI, UTI പോലെയുള്ള സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫോർമേഷൻ ആണ് പ്രൈമറി മാർക്കറ്റിന്റെ വളർച്ചയ്ക്ക് കാരണമായി തീരുന്നത്. രണ്ടാമത്, റിപ്പീൽ ഓഫ് ദ ക്യാപിറ്റൽ ഇഷ്യൂസ് ആക്ട്. ക്യാപിറ്റൽ ഇഷ്യൂസ് ആക്ടിൽ പുതിയതായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നത്. സെറ്റിംഗ് അപ്പ് ഓഫ് സെബിനെ ഫോം ചെയ്തത്. മ്യൂച്വൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഫണ്ട് റിസോഴ്സ് മൊബിലൈസേഷൻ ചെയ്യാൻ സാധിച്ചത്. ഇൻക്രീസിങ് അവയർനെസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, പബ്ലിക്കിന്റെ ഇടയിൽ കൂടുതലായിട്ട് അവയർനെസ് ഉണ്ടായത്. അതുകൂടാണ്ട് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ക്രിസിൽ, ഇക്ര ആൻഡ് കെയർ പോലെയുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി സെറ്റ് ചെയ്തുകൊണ്ടുകൂടിയാണ് ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇത്രത്തോളം ഡെവലപ്പ് ആയത്.